നമസ്കാരം. മത്സരപരീക്ഷകൾക്ക്, പ്രത്യേകിച്ച് സിവിൽ സർവീസ്, PSC പോലുള്ളവയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യൻ ഇക്കോണമിയുടെ ഒരു പ്രധാന ഭാഗമാണ് പഞ്ചവത്സര പദ്ധതികൾ, അല്ലേ? അപ്പോൾ ഇന്ത്യയുടെ ഈ ആസൂത്രണ മാതൃകയുടെ തുടക്കം മുതൽ അതിന്റെ പരിണാമം വരെ എങ്ങനെയാണത് ഇന്നത്തെ നീതി ആയോഗിൽ എത്തിയതെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വിശകലനത്തിൽ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് നോക്കാം. എന്താണ് സാമ്പത്തിക ആസൂത്രണം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കും. പിന്നെ നെഹ്റുവിന്റെ കാലഘട്ടത്തിലെ ആദ്യത്തെ 3 പ്ലാനുകൾ, അതിനുശേഷം വന്ന സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട പദ്ധതികൾ, പിന്നെ LPG റിഫോംസിന്റെ ശേഷമുള്ള മാറ്റങ്ങൾ, അവസാനം പ്ലാനിംഗ് കമ്മീഷൻ എങ്ങനെ നീതി ആയോഗായി മാറിയെന്നും നമ്മൾ ചർച്ച ചെയ്യും. ശരി, അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ഈ സാമ്പത്തിക ആസൂത്രണം? ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യം ഇതാണ്: എന്തിനാണ് 1947 സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ ഒരു കേന്ദ്രീകൃത ആസൂത്രണ രീതി തിരഞ്ഞെടുത്തത്? എന്തായിരുന്നു അതിന്റെ പിന്നിലെ കാരണം? അപ്പോൾ എന്താണ് സാമ്പത്തിക ആസൂത്രണം? ഒരു സർക്കാർ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ചില സാമൂഹിക സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാനായി തന്ത്രങ്ങളും പരിപാടികളും രൂപീകരിക്കുന്ന ഒരു പ്രക്രിയയാണിത്. ചുരുക്കി പറഞ്ഞാൽ, രാജ്യത്തിന്റെ കയ്യിലുള്ള വിഭവങ്ങൾ ഏറ്റവും നന്നായി എവിടെയൊക്കെ ഉപയോഗിക്കണം എന്ന് മുൻകൂട്ടി തീരുമാനിക്കുക. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. ദാരിദ്ര്യം, വ്യവസായങ്ങളുടെ കുറവ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഈ വെല്ലുവിളികളെ മറികടക്കാനുള്ള ഒരു പ്രധാന വഴിയായിട്ടാണ് പ്ലാനിങ്ങിനെ അന്ന് കണ്ടത്. ഇനി നമുക്ക് പ്ലാനിങ്ങിന്റെ ആദ്യഘട്ടത്തിലേക്ക്, അതായത് നെഹ്റുവിയൻ കാലഘട്ടത്തിലേക്ക് കടക്കാം. 1951 മുതൽ 1969 വരെയുള്ള ഈ കാലഘട്ടത്തിലെ ആദ്യത്തെ 3 പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ പാകിയത്. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ഇന്ത്യയുടെ ഈ പ്ലാനിംഗ് യാത്ര തുടങ്ങുന്നത് 1951-ലാണ്. ആദ്യത്തെ പ്ലാൻ 1956 വരെ. തൊട്ടുപിന്നാലെ രണ്ടാമത്തേതും 1961 മൂന്നാമത്തേതും തുടങ്ങി. പക്ഷേ മൂന്നാമത്തെ പ്ലാനിന്റെ അവസാനമായപ്പോഴേക്കും കാര്യങ്ങൾ അത്ര പന്തിയല്ലായിരുന്നു. യുദ്ധങ്ങളും കടുത്ത വരൾച്ചയും കാരണം രാജ്യം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലായി. അതുകൊണ്ടുതന്നെ 1966 മുതൽ 69 വരെ പഞ്ചവത്സര പദ്ധതികൾക്കൊരു ഇടവേള നൽകി. പരീക്ഷകൾക്ക് ചോദിക്കാറുള്ള ആ ഒരു കാലഘട്ടമാണ് പ്ലാൻ ഹോളിഡേ. ആദ്യത്തെ 2 പ്ലാനുകൾ തമ്മിലുള്ള വ്യത്യാസം പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ പ്ലാൻ ഹാരോഡ് ഡോമർ മോഡൽ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അതിന്റെ ഫോക്കസ് കൃഷി, ജലസേചനം, ഊർജ്ജം എന്നിവയിലായിരുന്നു. കാരണം അടിയന്തരമായി പരിഹരിക്കേണ്ടിരുന്ന പ്രശ്നം ഭക്ഷ്യക്ഷാമമായിരുന്നു. എന്നാൽ രണ്ടാമത്തെ പ്ലാനിലേക്ക് വന്നപ്പോൾ PC മഹലനോബിസ് മോഡലാണ് സ്വീകരിച്ചത്. ഇവിടെ ഫോക്കസ് മാറി. രാജ്യത്തിന് ദീർഘകാലത്തേക്കൊരു ശക്തമായ വ്യാവസായിക അടിത്തറ വേണം എന്നതായിരുന്നു ആശയം. അതുകൊണ്ട് ഖനവ്യവസായങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. ഈ ആദ്യ കാലഘട്ടത്തിലെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഭക്ര നങ്കൽ, ഹിരാക്കുഡ് പോലുള്ള വലിയ ഡാമുകൾ വരുന്നത്. 5 IITകൾ സ്ഥാപിച്ചതും ഇതേ കാലയളവിലാണ്. രണ്ടാം പദ്ധതിയുടെ സമയത്താണ് ഭിലായ്, ദുർഗാപൂർ, റൂർഖേല എന്നിവിടങ്ങളിൽ സ്റ്റീൽ പ്ലാന്റുകൾ വരുന്നത്. LICയും സ്ഥാപിക്കപ്പെട്ടു. പക്ഷെ മൂന്നാം പദ്ധതിക്ക് അതിന്റെ ലക്ഷ്യങ്ങൾ നേടാനായില്ല. എന്തായിരുന്നു കാരണം? 1962 ഇന്ത്യ-ചൈന യുദ്ധം, 1965 ഇന്ത്യ-പാക് യുദ്ധം, ഇതെല്ലാം പ്രതിരോധ ചെലവുകൾ കൂട്ടി. കൂടെ കടുത്ത വരൾച്ചയും കൂടിയായപ്പോൾ കാർഷിക മേഖല തകർന്നു. ഈ 2 പ്രശ്നങ്ങളും ഒരുമിച്ചു വന്നതാണ് രാജ്യത്തെ സാമ്പത്തികമായി തളർത്തിയതും പ്ലാൻ ഹോളിഡേയിലേക്ക് നയിച്ചതും. അപ്പോൾ ആ പ്ലാൻ ഹോളിഡേയ്ക്ക് ശേഷം ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ഫോക്കസ് ഒന്നും മാറി. വെറും സാമ്പത്തിക വളർച്ച മാത്രം പോരാ, സാമൂഹിക നീതിയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും കൂടി വേണം എന്നൊരു ചിന്ത വന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടമായിരുന്നു ഇത്. സ്വയം പര്യാപ്തത അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് എന്നതായിരുന്നു പുതിയ മുദ്രാവാക്യം. ഈ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി വന്ന ഗരീബി ഹട്ടാവോ അഥവാ ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നതായിരുന്നു. ഇത് വെറുമൊരു രാഷ്ട്രീയ മുദ്രാവാക്യം എന്നതിലുപരി ദാരിദ്ര്യത്തെ ഒരു പ്രധാന പ്രശ്നമായി കണ്ട് അതിനെതിരെ നേരിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു നയപരമായ തീരുമാനമായിരുന്നു. ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചില നയമാറ്റങ്ങൾ നമുക്ക് നോക്കാം. 4ാം പദ്ധതിയുടെ സമയത്ത് 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. ഗ്രാമങ്ങളിലേക്ക് വായ്പ എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. 5ാം പദ്ധതിയുടെ പ്രധാന ശ്രദ്ധ ഗരീബി ഹഠാവോയിലും 20 പരിപാടിയിലുമായിരുന്നു. ഇതിനിടയിൽ ജനത ഗവൺമെന്റ് വന്നപ്പോൾ അവർ റോളിംഗ് പ്ലാൻ എന്നൊരാശയം കൊണ്ടുവന്നു. പിന്നെ 6ാം പദ്ധതിയുടെ സമയത്താണ് കൃഷിക്കും ഗ്രാമീണ വികസനത്തിനു വേണ്ടിയുള്ള NABARD 1982 സ്ഥാപിക്കപ്പെടുന്നത്. 7ാം പദ്ധതി ആധുനികവൽക്കരണത്തിനും തൊഴിലവസരങ്ങൾക്കും ഊന്നൽ നൽകി. അതിന്റെ ഭാഗമായി 1988 സ്റ്റോക്ക് മാർക്കറ്റ് നിയന്ത്രിക്കാൻ സെബിയും. ഇനി നമ്മൾ ഇന്ത്യൻ ഇക്കോണമിയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ശേഷമുള്ള കാലഘട്ടം.
LPG അതായത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം ഇവയെല്ലാം ഇന്ത്യയുടെ ആസൂത്രണ രീതിയെ അടിമുടി മാറ്റിയത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1991 ശേഷമുണ്ടായ ഏറ്റവും വലിയ മാറ്റമെന്ന് പറയുന്നത് ഇൻഡിക്കേറ്റീവ് പ്ലാനിംഗിലേക്കുള്ള മാറ്റമാണ്. എന്താണിതിന്റെ അർത്ഥം? വളരെ സിമ്പിളാണ്. 1991 മുൻപ് സർക്കാരായിരുന്നു എല്ലാം നിയന്ത്രിച്ചിരുന്നത്. എവിടെ പണം മുടക്കണം, ഏത് വ്യവസായം തുടങ്ങണം എന്നൊക്കെ. അതായത് ഒരു കൺട്രോളറുടെ റോള്. എന്നാൽ 1991 ശേഷം സർക്കാർ ആ റോള് മാറ്റി ഒരു ഫെസിലിറ്റേറ്റർ അഥവാ സഹായിയുടെ റോളിലേക്ക് മാറി. അതായത് സ്വകാര്യ മേഖലയ്ക്ക് വളരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. പ്ലാനിംഗ് എന്നത് നിർബന്ധിതമല്ലാതെ സൂചനാത്മകമായി മാറി. പരിഷ്കാരങ്ങൾക്ക് ശേഷം വന്ന പ്ലാനുകളുടെ പ്രധാന വിഷയങ്ങൾ എങ്ങനെയാണ് മാറിയതെന്ന് ഈ പട്ടിക നോക്കിയാൽ മനസ്സിലാകും. 8ാം പദ്ധതി മനുഷ്യവിഭവശേഷിക്ക്, അതായത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും പ്രാധാന്യം നൽകി. 9ാം പദ്ധതിയുടെ ലക്ഷ്യം വളർച്ചയോടൊപ്പം സാമൂഹിക നീതി എന്നതായിരുന്നു. 11ഉം 12ഉം പദ്ധതികളിലാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത്, അതായത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്ന ആശയം പ്രധാനമായി വരുന്നത്. വളർച്ചയുടെ നേട്ടങ്ങൾ എല്ലാവരിലേക്കും എത്തണം എന്നർത്ഥം. അവസാനത്തെ 12ാം പദ്ധതിയിൽ സസ്റ്റൈനബിൾ, അതായത് സുസ്ഥിരമായ എന്നൊരു വാക്കുകൂടി വന്നു. പരിസ്ഥിതിയെക്കൂടി സംരക്ഷിച്ചുകൊണ്ടുള്ള വളർച്ച എന്ന ആശയം. ശരി, അപ്പോൾ നമ്മുടെ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തുകയാണ്. പഞ്ചവത്സര പദ്ധതികളുടെ ഒരു ലെഗസി എന്തായിരുന്നു, പിന്നീട് എങ്ങനെയാണ് പ്ലാനിംഗ് കമ്മീഷൻ മാറി നീതി ആയോഗ് വന്നത് എന്ന് നമുക്ക് നോക്കാം. പരീക്ഷയ്ക്ക് ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. 2012 മുതൽ 2017 വരെയുള്ള 12ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു ഇന്ത്യയിലെ അവസാനത്തെ 5 ഇയർ പ്ലാൻ. അതോടുകൂടി ഏകദേശം 65 വർഷം നീണ്ടുനിന്ന കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ ഒരു യുഗം അവസാനിച്ചു. പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കണം. പ്ലാനിംഗ് കമ്മീഷൻ ഒരു കേന്ദ്രീകൃത ബോഡിയായിരുന്നു. സംസ്ഥാനങ്ങൾക്ക് പണം അനുവദിക്കാനുള്ള അധികാരം അതിനുണ്ടായിരുന്നു. അതിന്റെ സമീപനം ടോപ്പ് ഡൗൺ ആയിരുന്നു, അതായത് കേന്ദ്രം തീരുമാനിക്കും, സംസ്ഥാനങ്ങൾ നടപ്പിലാക്കും. എന്നാൽ 2015 വന്ന നീതി ആയോഗ് അങ്ങനെയല്ല. അത് സർക്കാരിന് ഉപദേശം നൽകുന്ന ഒരു തിങ്ക് ടാങ്കാണ്. ഫണ്ട് കൊടുക്കാനുള്ള അധികാരമില്ല. ഏറ്റവും പ്രധാനമായി അത് സഹകരണ ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുന്നു. സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്ത് താഴെത്തട്ടിൽ നിന്നുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ബോട്ടം അപ്പ് അപ്രോച്ചാണ് നീതി ആയോഗിൻ്റേത്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് പരീക്ഷയ്ക്കായി ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. മോഡലുകൾ: ഹാരോഡോമർ, മഹലനോബിസ്, ഗാഡ്ഗിൽ. പ്രധാന മുദ്രാവാക്യം ഗരീബി ഹടാവോ. 5ാം പദ്ധതിയിലായിരുന്നു. പ്രധാനപ്പെട്ട മാറ്റങ്ങൾ: പ്ലാൻ ഹോളിഡേ, 8ാം പദ്ധതി മുതലുള്ള LPG പരിഷ്കാരങ്ങൾ, ഇൻഡിക്കേറ്റീവ് പ്ലാനിംഗ്. പ്രധാന സ്ഥാപനങ്ങൾ: LIC, നബാർഡ്, സെബി. അവസാനത്തെ പ്ലാൻ 12ാമത്തേതായിരുന്നു. പ്ലാനിംഗ് കമ്മീഷന് ശേഷം വന്ന ബോഡി നീതി ആയോഗാണ്. ഈ പോയിന്റുകൾ നിർബന്ധമായും ഓർത്തിരിക്കണം. നമ്മുടെ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാനായൊരു ചോദ്യം. കേന്ദ്രത്തിൽ നിന്ന് എല്ലാം തീരുമാനിച്ചിരുന്ന ഒരു കൺട്രോൾ സിസ്റ്റത്തിൽ നിന്ന് ഉപദേശങ്ങൾ നൽകുന്ന ഒരു തിങ്ക് ടാങ്ക് രീതിയിലേക്കുള്ള ഈ മാറ്റം, അതായത് പ്ലാനിംഗ് കമ്മീഷനിൽ നിന്ന് നീതി ആയോഗിലേക്കുള്ള ഈ പരിണാമം, ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയെപ്പറ്റി നമുക്ക് എന്ത് സൂചനയാണ് നൽകുന്നത്? മെയിൻസ് പരീക്ഷകളിലൊക്കെ ഉത്തരമെഴുതാൻ സഹായിക്കുന്ന ഒരു വിശകലന ചോദ്യമാണിത്. ഇതിനെപ്പറ്റി ചിന്തിക്കുക. നമസ്കാരം. ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്ങിന്റെ ചരിത്രത്തിലെ വളരെ നിർണായകമായൊരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. 70കളിൽ നടന്ന 2 പ്രധാനപ്പെട്ട പരീക്ഷണങ്ങൾ. 1. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുള്ള 20 പോയിന്റ് പ്രോഗ്രാം. 2. പഞ്ചവത്സര പദ്ധതികൾക്കൊരു ബദലായി കൊണ്ടുവന്ന റോളിംഗ് പ്ലാൻ. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഈ 2 വിഷയങ്ങളെയും കുറിച്ച് വ്യക്തമായൊരു ധാരണ നൽകുകയാണ് ഈ ചർച്ചയുടെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ഒരു ഘടന ഇങ്ങനെയായിരിക്കും. ആദ്യം 70കളിലെ ആ ഒരു രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യം എന്തായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കും. അതിനുശേഷം 20 പോയിന്റ് പ്രോഗ്രാമിന്റെയും റോളിംഗ് പ്ലാനിന്റെയും വിശദാംശങ്ങളിലേക്ക് കടക്കും. അവസാനം ഇവ രണ്ടും തമ്മിൽ താരതമ്യം ചെയ്ത് പരീക്ഷയ്ക്ക് ആവശ്യമായ പോയിന്റുകൾ എന്തെല്ലാമാണെന്ന് കൃത്യമായി മനസ്സിലാക്കും. നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. 70കളിലെ ഇന്ത്യ. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെയുള്ള പുതിയ പദ്ധതികളെക്കുറിച്ച് സർക്കാർ ചിന്തിക്കാൻ തുടങ്ങിയത്? ആ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിയാൽ മാത്രമേ ഈ 2 ആസൂത്രണ രീതികളുടെയും യഥാർത്ഥ പ്രാധാന്യം നമുക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കൂ. ഈ ടൈം ലൈനിലേക്കൊന്ന് നോക്കൂ. ഒറ്റ നോട്ടത്തിൽ കുറച്ച് വർഷങ്ങളും സംഭവങ്ങളും. പക്ഷേ ഇത് ശരിക്കും ഇന്ത്യൻ പ്ലാനിങ്ങിലെ വലിയ ഒരു അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടമാണ് കാണിക്കുന്നത്. 1974-ൽ 5ാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നു. കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1975-ൽ 20 പോയിന്റ് പ്രോഗ്രാം വരുന്നു. അപ്രതീക്ഷിതമായി 1978-ൽ കാലാവധി തീരുന്നതിന് ഒരു വർഷം മുൻപ് 5ാം പദ്ധതി നിർത്തലാക്കി. എന്നിട്ട് റോളിംഗ് പ്ലാൻ എന്ന പുതിയൊരു ആശയം നടപ്പിലാക്കി. അതാണെങ്കിലോ വെറും 2 വർഷമേ നീണ്ടുനിന്നുള്ളൂ. 1980-ൽ വീണ്ടും നമ്മൾ പഴയ പഞ്ചവത്സര പദ്ധതിയിലേക്ക് തിരികെ പോയി. ഇത്രയധികം മാറ്റങ്ങൾ എന്തുകൊണ്ട് ആ ചുരുങ്ങിയ കാലയളവിൽ സംഭവിച്ചു? അതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് ആഴത്തിൽ കടക്കാം.
20 പോയിന്റ് പ്രോഗ്രാം അഥവാ 20-ദിന പരിപാടി എന്തായിരുന്നു ഇത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് നിലവിലുള്ള പദ്ധതികൾ മാത്രം പോരാ എന്നൊരു ചിന്തയിലേക്ക് സർക്കാരിനെ നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? നമുക്ക് വിശദമായി നോക്കാം. അപ്പോൾ എന്താണ് 20 പോയിന്റ് പ്രോഗ്രാം അഥവാ TPP? 1975 ജൂലൈ മാസത്തിൽ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. അതായത് ഒരു സെൻട്രലി സ്പോൺസേഡ് സ്കീം. ഫണ്ടിങ്ങിന്റെ ഒരു പ്രധാന ഭാഗം കേന്ദ്രം നൽകുമ്പോൾ ഇതിന്റെ നടത്തിപ്പ് ചുമതല സംസ്ഥാനങ്ങൾക്കായിരുന്നു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അതായത് BPL വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യം. ദാരിദ്ര്യത്തിനെതിരായ നേരിട്ടുള്ള കടന്നാക്രമണം, ഈ ഒരു വാചകം തന്നെയാണ് 20-ദിന പരിപാടിയുടെ ആത്മാവ്. അതുവരെയുള്ള പൊതുവായ ധാരണ എന്തായിരുന്നു? രാജ്യത്ത് സാമ്പത്തിക വളർച്ചയുണ്ടാകുമ്പോൾ അതിന്റെ ഗുണഫലങ്ങൾ പതുക്കെ താഴെത്തട്ടിലുള്ളവരിലേക്കും എത്തിച്ചേരും. അതായത് ഒരു ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് ഉണ്ടാകുമെന്നായിരുന്നു വിശ്വാസം. എന്നാൽ ആ ചിന്താഗതിയെ ചോദ്യം ചെയ്തുകൊണ്ട് ദാരിദ്ര്യത്തെ ഒരു പ്രത്യേക പ്രശ്നമായി കണ്ട് അതിനെ നേരിട്ട് അഭിമുഖീകരിക്കാനുള്ളൊരു ശ്രമമായിരുന്നു ഈ പരിപാടി. ഈ പരിപാടി പല മേഖലകളെ ഒരുമിച്ച് ലക്ഷ്യം വെച്ചിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഗ്രാമീണ മേഖലയിലെ തൊഴിലവസരങ്ങൾ, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം, പരിസ്ഥിതി സംരക്ഷണം എന്നിങ്ങനെ പലതും. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ക്ഷേമ പദ്ധതികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവയുടെ പുരോഗതി കൃത്യമായി നിരീക്ഷിക്കാനും വിലയിരുത്താനും ഒരു കേന്ദ്രീകൃത സംവിധാനം ഒരുക്കിയെന്നതാണ്. പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സ്ലൈഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധിക്കുക. 20-ദിന പരിപാടി 1975 തുടങ്ങി അവിടെ നിർത്തിയ ഒന്നല്ല. രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മാറിയതനുസരിച്ച് അതിനും മാറ്റങ്ങൾ വന്നു. 1982-ലും 1986-ലും ഒടുവിൽ 2006-ലും ഇത് പുനഃക്രമീകരിക്കപ്പെട്ടു. 2006-ലെ പുനഃക്രമീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ശേഷമുള്ള പുതിയ ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് TPPയെ മാറ്റിയെടുക്കാനുള്ളൊരു ശ്രമമായിരുന്നു അത്. ഇത് ഈ പദ്ധതിക്ക് കാലിക പ്രസക്തി നൽകി. ഏതൊരു പദ്ധതിയും വിജയിക്കണമെങ്കിൽ അതിന് കൃത്യമായൊരു മോണിറ്ററിംഗ് സിസ്റ്റം വേണമല്ലോ. 20-ദിന പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കാനുള്ള നോഡൽ ഏജൻസി കേന്ദ്ര സ്ഥിതി വിവരക്കണക്ക് പദ്ധതി നടത്തിപ്പ് മന്ത്രാലയം, അതായത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ അഥവാ MOSPI ആണ്. പ്രിലിംസ് പരീക്ഷയ്ക്ക് ഈ ഏജൻസിയുടെ പേര് നിർബന്ധമായും ഓർത്തിരിക്കണം. അപ്പോൾ നമുക്ക് 20-ദിന പരിപാടിയെക്കുറിച്ച് പഠിച്ച കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാം. 1975-ൽ ആരംഭിച്ച ദാരിദ്ര്യത്തിനെതിരായ ഒരു ഡയറക്റ്റ് അറ്റാക്കായിരുന്നു ഇത്. ലക്ഷ്യം BPL കുടുംബങ്ങൾ. കാലത്തിനനുസരിച്ച് 3 തവണ ഇതിനെ പുനഃക്രമീകരിച്ചു. ഇതിന്റെ അനുഭവത്തിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടാണ് 6-ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രശസ്തമായ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം കൂടുതൽ ശക്തി പ്രാപിച്ചത്. ഇന്നും രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ നിരീക്ഷിക്കുന്നതിനുള്ള ഒരു പ്രധാന ഉപാധിയായി TPP നിലനിൽക്കുന്നു. ശരി, ഇനി നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട വിഷയം റോളിംഗ് പ്ലാൻ. പരമ്പരാഗതമായ 5 വർഷത്തേക്ക് ഉറപ്പിച്ചുവെച്ച പദ്ധതികളിൽ നിന്നും മാറി ആസൂത്രണത്തിൽ കൂടുതൽ അയവും യാഥാർത്ഥ്യബോധവും കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു ഹ്രസ്വകാല പരീക്ഷണം. ഇവ തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം മനസ്സിലാക്കാൻ നമുക്കൊരു ചെറിയ ഉദാഹരണം നോക്കാം. പഞ്ചവത്സര പദ്ധതി എന്നത് ഒരു നീണ്ട ട്രെയിൻ യാത്ര പോലെയാണ്. 5 വർഷം മുമ്പേ റൂട്ട് തീരുമാനിച്ചു, ടിക്കറ്റ് ബുക്ക് ചെയ്തു, യാത്ര തുടങ്ങി. വഴിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടായാലും റൂട്ട് മാറ്റാൻ വലിയ പ്രയാസമാണ്. എന്നാൽ റോളിംഗ് പ്ലാൻ ഒരു കാർ യാത്ര പോലെയാണ്. നമ്മുടെ ലക്ഷ്യം മുന്നിലുണ്ട്, പക്ഷേ ഓരോ വർഷവും റോഡിന്റെ അവസ്ഥ, ട്രാഫിക്, കാലാവസ്ഥ ഇതൊക്കെ നോക്കി നമുക്ക് നമ്മുടെ വഴിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താം. ഈ ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ അയവ്, അതായിരുന്നു റോളിംഗ് പ്ലാനിന്റെ പ്രധാന ആശയം. അപ്പോൾ എന്താണ് ഈ റോളിംഗ് പ്ലാൻ? 1978-ലെ അധികാരത്തിൽ വന്ന് ജനതാ ഗവൺമെന്റ് പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ 5-ാം പഞ്ചവത്സര പദ്ധതി കാലാവധി പൂർത്തിയാകും മുൻപ് അവസാനിപ്പിച്ചതിന് ശേഷം കൊണ്ടുവന്ന പുതിയൊരു ആസൂത്രണ രീതിയാണിത്. ഓരോ വർഷത്തെയും പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷത്തെ ലക്ഷ്യങ്ങളും തന്ത്രങ്ങളും പുനഃപരിശോധിച്ച് മുന്നോട്ടു പോകുന്ന ഒരു രീതിയായിരുന്നു ഇതിന്റെ റോളിംഗ് പ്ലാനിന്റെ പ്രധാന സവിശേഷത വാർഷിക വിലയിരുത്തലിലൂടെയുള്ള ഈ അയവായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ അന്നത്തെ സർക്കാർ ചില പ്രത്യേക മേഖലകൾക്ക് മുൻഗണന നൽകിയിരുന്നു. വിലക്കയറ്റം നിയന്ത്രിക്കുക, പൊതുവിതരണ സമ്പ്രദായം അഥവാ PDS ശക്തിപ്പെടുത്തുക, ചെറുകിട കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഒപ്പം കാർഷിക ഗ്രാമീണ വികസനത്തിന് ഊന്നൽ നൽകുക എന്നിവയായിരുന്നു ആ പ്രധാന ലക്ഷ്യങ്ങൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഇതൊരു പുതിയ പ്ലാനിംഗ് മോഡലായിട്ടാണ് തുടങ്ങിയതെങ്കിലും രാഷ്ട്രീയ അസ്ഥിരത കാരണം വെറും 2 വർഷം മാത്രമേ ഇത് നിലനിന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആസൂത്രണ ചരിത്രത്തിൽ 1978 മുതൽ 1980 വരെയുള്ള ആ കാലഘട്ടത്തെ ഒരു പ്രത്യേക പ്ലാനായിട്ടല്ല, മറിച്ച് വാർഷിക പദ്ധതികൾ അഥവാ ആനുവൽ പ്ലാൻസ് ആയിട്ടാണ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്.
അപ്പോൾ റോളിംഗ് പ്ലാനിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ 1978-ൽ ജനതാ ഗവൺമെന്റ് കൊണ്ടുവന്നു 5ാം പദ്ധതിയെയാണ് ഇത് റീപ്ലേസ് ചെയ്തത്. വാർഷിക വിലയിരുത്തലുകളിലൂടെയുള്ള അയവായിരുന്നു ഇതിന്റെ മുഖമുദ്ര. 1980-ൽ കോൺഗ്രസ് സർക്കാർ തിരികെ അധികാരത്തിൽ വന്നതോടെ ഈ പരീക്ഷണം ഉപേക്ഷിക്കുകയും 6ാം പഞ്ചവത്സര പദ്ധതിയിലൂടെ രാജ്യം വീണ്ടും പഴയ ഫിക്സഡ് ടേം പ്ലാനിംഗ് രീതിയിലേക്ക് മടങ്ങുകയും ചെയ്തു. ശരി, നമ്മളിപ്പോൾ 2 വിഷയങ്ങളും തനിത്തനിയായി പഠിച്ചു കഴിഞ്ഞു. ഇനി പരീക്ഷയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള ഭാഗത്തേക്ക് വരാം. ഇവ രണ്ടും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം. പ്രിലിംസിനും മെയിൻസിനും ഈ ഭാഗത്തുനിന്ന് എങ്ങനെ ചോദ്യങ്ങൾ വരാമെന്ന് നമുക്ക് നോക്കാം. ഈ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമാകും. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ നോക്കും. TPPയുടെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നെങ്കിൽ റോളിംഗ് പ്ലാനിന്റേത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഇക്കണോമിക് പ്ലാനിംഗ് ആയിരുന്നു. TPP ദീർഘകാലം നിലനിന്നൊരു പദ്ധതിയാണ്. ഇന്നും അതിന് പ്രസക്തിയുണ്ട്. എന്നാൽ റോളിംഗ് പ്ലാൻ ഒരു ഹ്രസ്വകാല പരീക്ഷണമായി അവസാനിച്ചു. TPP കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്തും റോളിംഗ് പ്ലാൻ ജനതാ ഗവൺമെന്റിന്റെ കാലത്തുമാണ് വന്നത്. ഈ അടിസ്ഥാന വ്യത്യാസങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ഇനി പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തീർച്ചയായും ഓർത്തുവെക്കേണ്ട ചില ഫാക്റ്റുകൾ. TPP ആരംഭിച്ച വർഷം 1975. റോളിംഗ് പ്ലാൻ കാലഘട്ടം 1978 മുതൽ 80 വരെ. TPP പുനഃക്രമീകരിച്ച വർഷങ്ങൾ 1982, 1986, 2006. ഇതിന്റെ നോഡൽ ഏജൻസി MOSPI. 5ാം പദ്ധതി അവസാനിപ്പിച്ച വർഷം 1978. 6ാം പദ്ധതി ആരംഭിച്ചത് 1980. ഈ ഓരോ പോയിന്റിൽ നിന്നും ചോദ്യങ്ങൾ വരാം. പ്രിലിംസിൽ നിന്ന് വ്യത്യസ്തമായി മെയിൻസിന് വേണ്ടത് ഒരു അനലിറ്റിക്കൽ അപ്രോച്ചാണ്, അല്ലേ? അപ്പോൾ ഈ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള ചില വിശകലനപരമായ ചോദ്യങ്ങൾ ഇവയാണ്. TPPയുടെ ഡയറക്റ്റ് അറ്റാക്ക് സമീപനവും റോളിംഗ് പ്ലാനിന്റെ ഫ്ലെക്സിബിൾ ഫ്രെയിംവർക്കും തമ്മിൽ താരതമ്യം ചെയ്യുക. റോളിംഗ് പ്ലാൻ വരാനും പോകാനുമുള്ള രാഷ്ട്രീയ കാരണങ്ങൾ വിശകലനം ചെയ്യുക. മാറുന്ന ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ TPPയുടെ പ്രസക്തി ചർച്ച ചെയ്യുക. അല്ലെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ഫിക്സഡ് പ്ലാനിംഗ്, ഫ്ലെക്സിബിൾ പ്ലാനിംഗ് എന്നിവയുടെ ഗുണദോഷങ്ങൾ വിലയിരുത്തുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമുക്ക് ഈ ഒരു ചോദ്യം സ്വയം ചോദിക്കാം. 20 പരിപാടിയുടെ ലക്ഷ്യാധിഷ്ഠിത സമീപനത്തിൽ നിന്നും റോളിംഗ് പ്ലാനിന്റെ അയവിൽ നിന്നും പഠിച്ച പാഠങ്ങൾ ഇന്ന് നീതി ആയോഗ് പോലുള്ള ഇന്ത്യയുടെ നയരൂപീകരണ സംവിധാനങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്? പഴയകാല ആസൂത്രണ പരീക്ഷണങ്ങളെ ഇന്നത്തെ ഭരണരീതികളുമായി ബന്ധിപ്പിച്ച് ചിന്തിക്കാൻ ഈ ചോദ്യം നിങ്ങളെ സഹായിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക, നിങ്ങളുടെ പഠനം തുടരുക. വിജയാശംസകൾ. നമസ്കാരം. സിവിൽ സർവീസസ് പരീക്ഷാ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പോളിറ്റിയിലും ഗവൺമെന്റ്സിലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. മെമ്പർ ഓഫ് പാർലമെന്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീം, നമ്മളെല്ലാവരും MPLADS എന്ന് ചുരുക്കി പറയുന്ന പദ്ധതി. അപ്പോൾ ഈ പദ്ധതിയുടെ ഘടന, അതിന്റെ ലക്ഷ്യങ്ങൾ, നടത്തിപ്പ് രീതി, പിന്നെ പരീക്ഷയ്ക്ക് ഇതെത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നൊക്കെ നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാം. ഈ ഒരു വിഷയം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഈ ചർച്ചയെ 6 പ്രധാന ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ആദ്യം MPLADSന് ഒരു ആമുഖം, പിന്നീട് അതിന്റെ ലക്ഷ്യങ്ങളും മുൻഗണനാ മേഖലകളും എന്തൊക്കെയാണെന്ന് നോക്കും. തുടർന്ന് ഫണ്ടിങ്ങും നടത്തിപ്പും എങ്ങനെയെന്നും പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. ഒടുവിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ ഈ വിഷയത്തിനുള്ള പ്രസക്തി എന്താണെന്ന് പരിശോധിച്ച് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് തന്നെ കടക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ഈ MPLADS പദ്ധതി? ഇതിന്റെ തുടക്കം എവിടെ നിന്നായിരുന്നു? ഇതിന് പിന്നിലെ അടിസ്ഥാന ആശയങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. അപ്പോ MPLADS എന്ന് പറയുന്നത് ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. അതായത് കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകുന്ന ഒരു പദ്ധതി. ഈ പദ്ധതിയുടെ കാതൽ എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ പാർലമെന്റ് അംഗത്തിനും അവരുടെ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രാദേശിക ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ ശുപാർശ ചെയ്യാനുള്ളൊരു അവസരം നൽകുന്നു എന്നതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്ക് ഡ്യൂറബിൾ കമ്മ്യൂണിറ്റി ആസറ്റ്സ് എന്നതാണ്. അതായത് പെട്ടെന്ന് നശിച്ചു പോകാത്ത ദീർഘകാലം നിലനിൽക്കുന്ന സാമൂഹിക ആസ്തികൾ നിർമ്മിക്കുന്നതിലാണ് ഈ പദ്ധതിയുടെ പ്രധാന ഊന്നൽ. ഉദാഹരണത്തിന് ഒരു സ്കൂൾ കെട്ടിടം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഹാൾ. ഇത് വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ, അതായത് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന്റെ വളരെ നല്ലൊരു ഉദാഹരണമാണ്. ഇനി നമുക്ക് ഈ പദ്ധതിയുടെ ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കാം. MPLADS പദ്ധതി ആരംഭിക്കുന്നത് 1993 ഡിസംബർ 23-നാണ്. തുടക്കത്തിൽ ഓരോ MPക്കും പ്രതിവർഷം അനുവദിച്ചിരുന്നത് വെറും 5 ലക്ഷം രൂപ മാത്രമായിരുന്നു. എന്നാൽ കാലക്രമേണ പ്രാദേശിക വികസനത്തിൽ ഈ പദ്ധതിക്കുള്ള പ്രാധാന്യം മനസ്സിലാക്കി ഈ ഫണ്ട് പലതവണയായി വർദ്ധിപ്പിച്ചു. അവസാനം 2011 ഏപ്രിൽ മുതൽ
ഓരോ എംപിക്കും പ്രതിവർഷം 5 കോടി രൂപ എന്ന നിലയിലേക്ക് ഈ തുക ഉയർത്തി. ഈ തീയതികളും സംഖ്യകളും പ്രത്യേകിച്ച് പ്രിലിംസ് പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തുവെക്കണം. ശരി, ചരിത്രം നമ്മൾ കണ്ടു. ഇനി എന്തിനു വേണ്ടിയാണ് ഈ പദ്ധതി? എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ? ഏതൊക്കെ മേഖലകൾക്കാണ് ഈ ഫണ്ട് ഉപയോഗിക്കുമ്പോൾ മുൻഗണന നൽകേണ്ടത്? അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒറ്റവാക്കിൽ പറയാവുന്ന ലക്ഷ്യം ഇതാണ്: ദീർഘകാലം നിലനിൽക്കുന്ന സാമൂഹിക ആസ്തികൾ നിർമ്മിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താൽക്കാലികമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ ചെറിയ അറ്റകുറ്റപ്പണികൾക്കോ അല്ല ഇവിടെ ഊന്നൽ. മറിച്ച് ഒരു സ്കൂൾ കെട്ടിടം, ഒരു ആശുപത്രി, ഒരു കമ്മ്യൂണിറ്റി ഹാൾ, ഒരു റോഡ്, അങ്ങനെയുള്ള കാലങ്ങളോളം ഒരു സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന സ്ഥിരമായ നിർമ്മിതികൾക്കാണ് പ്രാധാന്യം. ഇത് പ്രാദേശിക തലത്തിൽ ഏറ്റവും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ ഒരുപാട് സഹായിക്കുന്നു. ഇനി ഈ ഫണ്ട് വിനിയോഗിക്കുമ്പോൾ ചില മേഖലകൾക്ക് പ്രത്യേകമായൊരു മുൻഗണനയുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ശുദ്ധജലം ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, പൊതുജനാരോഗ്യം, ശുചീകരണ സംവിധാനങ്ങൾ, പിന്നെ റോഡുകൾ, നടപ്പാതകൾ, പാലങ്ങൾ പോലുള്ള ഗതാഗത സൗകര്യങ്ങൾ എന്നിവയാണവ. ഇതെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മനുഷ്യവികസന സൂചികയെ നേരിട്ട് സ്വാധീനിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾക്കാണിവിടെ സർക്കാർ ഊന്നൽ കൊടുക്കുന്നത്. അടുത്തതായി ഈ പദ്ധതിയുടെ സാമ്പത്തിക വശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇത് പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഫണ്ട് എങ്ങനെയാണ് അനുവദിക്കുന്നത്, അതിന്റെ ഒരു വ്യാപ്തി എത്രത്തോളമുണ്ട് എന്നൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യമാണ്, നിലവിൽ ഓരോ പാർലമെന്റ് അംഗത്തിനും അവരുടെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി ഒരു വർഷം 5 കോടി രൂപയാണ് ഈ പദ്ധതി പ്രകാരം അനുവദിക്കുന്നത്. ലോക്സഭാ എംപിമാർക്ക് ഇത് അവരുടെ സ്വന്തം മണ്ഡലത്തിൽ വിനിയോഗിക്കാം. അതേസമയം രാജ്യസഭാ എംപിമാർക്ക് അവർ ഏത് സംസ്ഥാനത്തു നിന്നാണോ തിരഞ്ഞെടുക്കപ്പെട്ടത് ആ സംസ്ഥാനത്തെ ഒന്നോ അതിലധികമോ ജില്ലകളിൽ ഈ ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇതൊരു എംപിയുടെ കാര്യം. ഇനി രാജ്യത്തെ മൊത്തം കണക്കെടുത്താലോ? അപ്പോഴാണ് ഈ പദ്ധതിയുടെ ഒരു വ്യാപ്തി നമുക്ക് ശരിക്കും മനസ്സിലാവുക. ഉദാഹരണത്തിന് 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റ് പ്രകാരം MPLADS പദ്ധതിക്കായി മാത്രം സർക്കാർ വകയിരുത്തിയിരിക്കുന്നത് 3952 കോടി രൂപയാണ്. ഇത് രാജ്യത്തുടനീളമുള്ള പ്രാദേശിക വികസനത്തിൽ ഈ പദ്ധതി എത്രത്തോളം വലിയൊരു പങ്ക് വഹിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഓക്കെ, ഫണ്ടിങ്ങിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി ഇതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? അതായത് ഒരു MP ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് മുതൽ ആ പ്രൊജക്ട് പൂർത്തിയാകുന്നത് വരെയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, അതിൽ ആർക്കൊക്കെയാണ് പങ്ക്, ഇത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ പദ്ധതിയുടെ നടത്തിപ്പ് പ്രക്രിയയ്ക്ക് വളരെ വ്യക്തമായ 5 ഘട്ടങ്ങളുണ്ട്. ഒന്നാമതായി, MP തന്റെ മണ്ഡലത്തിലെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ചില പദ്ധതികൾ ശുപാർശ ചെയ്യുന്നു. രണ്ടാമതായി, ഈ ശുപാർശകൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ഭരണകൂടം വിശദമായി പരിശോധിക്കുന്നു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റുണ്ട്. നമ്മുടെ അധികാര വിഭജനം, അതായത് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന തത്വം ഇവിടെ പ്രവർത്തിക്കുന്നത് കാണാം. MPയുടെ റോൾ എന്താണ്? ശുപാർശ ചെയ്യുക എന്നത് മാത്രമാണ്. അതൊരു റെക്കമെൻഡേറ്ററി റോളാണ്. എന്നാൽ പദ്ധതിക്ക് സാമ്പത്തികവും സാങ്കേതികവുമായ അനുമതി നൽകുന്നതും അത് നടപ്പിലാക്കുന്നതും ജില്ലാ ഭരണകൂടമാണ്. അതാണ് എക്സിക്യൂട്ടീവ് റോൾ. മൂന്നാമത്തെ ഘട്ടത്തിൽ അനുമതി ലഭിച്ച പദ്ധതികൾക്ക് ഫണ്ട് അനുവദിക്കുന്നു. 4. ഒരു നിർവഹണ ഏജൻസി ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നു. അവസാനമായി 5ാമത്തെ ഘട്ടം, സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കാൻ ഈ പദ്ധതികൾ കൃത്യമായ ഓഡിറ്റിംഗിന് വിധേയമാക്കുന്നു. അപ്പോ ഈ ഒരു സാധാരണ നടത്തിപ്പ് രീതിക്ക് പുറമേ ഈ പദ്ധതിയെ കൂടുതൽ ഫലപ്രദമാക്കുന്ന ചില പ്രത്യേക മാർഗനിർദ്ദേശങ്ങളും മറ്റു പദ്ധതികളുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ചില അവസരങ്ങളുമുണ്ട്. ഈ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചില പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ ഇവയാണ്. ഒന്നാമതായി, ഈ ഫണ്ട് ഉപയോഗിച്ച് എന്തൊക്കെ ജോലികൾ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായൊരു ലിസ്റ്റ് തന്നെയുണ്ട്. ഇത് ഫണ്ടിന്റെ ദുരുപയോഗം തടയാൻ സഹായിക്കും. രണ്ടാമതായി, സാധാരണഗതിയിൽ ഒരു MPക്ക് സ്വന്തം മണ്ഡലത്തിനു പുറത്ത് ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ മണ്ഡലത്തിനു പുറത്തും സഹായം നൽകാനായി ഫണ്ട് ഉപയോഗിക്കാൻ അനുവാദമുണ്ട്. പിന്നെ കുറച്ചുകൂടി നൂതനമായ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി 1 MP 1 ഐഡിയ എന്ന പേരിൽ ഒരു മത്സരവും ഈ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കാറുണ്ട്. സാമൂഹികമായ തുല്യത, അതായത് സോഷ്യൽ ഇൻക്ലൂഷൻ ഉറപ്പുവരുത്താനും ഈ പദ്ധതിയിൽ ചില കാര്യങ്ങളുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ 75 ലക്ഷം രൂപയുടെ കാര്യം. അതായത്
ഗോത്രവർഗ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ട്രസ്റ്റുകൾക്കും സൊസൈറ്റികൾക്കും ആസ്തി നിർമ്മാണത്തിനായി നൽകാവുന്ന സാമ്പത്തിക സഹായത്തിന്റെ പരിധി നേരത്തെ 50 ലക്ഷമായിരുന്നു, അത് 75 ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഇത് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ വികസനത്തിന് പ്രത്യേക ഊന്നൽ നൽകുന്നു എന്നതിന്റെ തെളിവാണ്. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയാവുന്ന ഒരു കാര്യമാണ് ഈ കൺവേർജൻസ് അഥവാ സംയോജനം. അതായത് MPLADS ഫണ്ട് ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്നതിന് പകരം MGNREGA പോലുള്ള മറ്റു കേന്ദ്ര സംസ്ഥാന പദ്ധതികളുമായോ അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടുമായോ സംയോജിപ്പിക്കാൻ സാധിക്കും. ഇതുകൊണ്ടുള്ള ഗുണമെന്താണ്? ഒന്നാമത്, നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റും. രണ്ടാമത്, പലയിടത്തു നിന്നുള്ള ഫണ്ട് ഒന്നിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാൻ സാധിക്കും. ശരി, അപ്പം നമ്മൾ ഈ പദ്ധതിയുടെ ഏകദേശം എല്ലാ വശങ്ങളും ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഒരു സിവിൽ സർവീസ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെയാണ് പ്രസക്തമാകുന്നത്? പരീക്ഷയുടെ സിലബസിലെ ഏതൊക്കെ ഭാഗങ്ങളുമായി നമുക്കിതിനെ ബന്ധിപ്പിക്കാൻ സാധിക്കും? ജനറൽ സ്റ്റഡീസ് പേപ്പറുകളിൽ, പ്രത്യേകിച്ച് GS പേപ്പർ 2-ൽ വരുന്ന ഒരുപാട് വിഷയങ്ങൾക്ക് ഒരു മികച്ച കേസ് സ്റ്റഡിയാണ് MPLADS. ഉദാഹരണത്തിന്, വികേന്ദ്രീകൃത ആസൂത്രണം, അതായത് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, അല്ലെങ്കിൽ പങ്കാളിത്വ വികസനം, പാർട്ടിസിപ്പേറ്ററി ഡെവലപ്മെന്റ്, ഫിസ്ക്കൽ ഫെഡറലിസം എന്നിവയുടെയൊക്കെ ഒരു പ്രായോഗിക ഉദാഹരണമായി നിങ്ങൾക്കിത് ഉദ്ധരിക്കാം. അതുപോലെ റോൾ ഓഫ് എ ലെജിസ്ലേറ്റർ, ഗ്രാസ് റൂട്ട്സ് ഗവർണൻസ്, പബ്ലിക് ആസറ്റ് ക്രിയേഷൻ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചൊക്കെ വിശകലനാത്മകമായ ഉത്തരങ്ങൾ എഴുതുമ്പോഴും MPLADS-നെക്കുറിച്ചുള്ള ഈ അറിവ് നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്പെടും. ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു ചോദ്യം. ഇത് മെയിൻസ് പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ഒരു അനാലിറ്റിക്കൽ ചോദ്യമാണ്. ഒരു നിയമനിർമ്മാതാവിന് പ്രധാനമായും 2 റോളുകളുണ്ട്. ഒന്ന്, ദേശീയ തലത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കുക എന്നതും. 2, തന്റെ മണ്ഡലത്തിലെ ഒരു പ്രാദേശിക വികസന ഏജന്റായി പ്രവർത്തിക്കുക എന്നതും. ഈ 2 റോളുകളെയും MPLADS പദ്ധതി എങ്ങനെയാണ് സന്തുലിതമാക്കുന്നത്? ഈ പദ്ധതി ഒരു നിയമനിർമ്മാതാവിന് അവരുടെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണ ചുമതലകളിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നുണ്ടോ, അതോ പ്രാദേശിക യാഥാർത്ഥ്യങ്ങളുമായി അവരെ കൂടുതൽ ബന്ധിപ്പിക്കുകയാണോ ചെയ്യുന്നത്? ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് വിലയിരുത്തി ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. ഇന്ത്യൻ ഗവേണൻസും ഇക്കണോമിക് ഡെവലപ്മെന്റും പഠിക്കുമ്പോൾ നമ്മൾക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് മൾട്ടി ലെവൽ പ്ലാനിംഗ് അല്ലെങ്കിൽ MLP. സെൻട്രലൈസ്ഡ് പ്ലാനിംഗിൽ നിന്ന് ഡീസെൻട്രലൈസ്ഡ് ഗവർണൻസിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിലെ ഒരു നിർണായക ചൂടുവയ്പ്പാണ് ഈ ആശയം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിശകലനത്തിൽ നമുക്ക് ഈ സംവിധാനത്തിന്റെ ഓരോ തലങ്ങളെക്കുറിച്ചും അതിന്റെ വെല്ലുവിളികളെക്കുറിച്ചും പിന്നെ പരീക്ഷകൾക്ക് ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും ആഴത്തിൽ മനസ്സിലാക്കാം. ഈ വിഷയം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു സ്ട്രക്ചേർഡ് അപ്രോച്ചാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്ന കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കും. അതിനുശേഷം ഡിസ്ട്രിക്റ്റ്, ബ്ലോക്ക്, ലോക്കൽ ലെവൽ എന്നിങ്ങനെ ഓരോ ഘട്ടത്തെക്കുറിച്ചും വിശദമായിട്ട് തന്നെ പഠിക്കും. പിന്നീട് ഈ സംവിധാനം നേരിടുന്ന പ്രധാന ചാലഞ്ചസും റിഫോംസും എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യും. ഏറ്റവും ഒടുവിൽ കോമ്പറ്റിറ്റീവ് എക്സാംസിൽ ഈ വിഷയത്തിന്റെ റെലവൻസ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് ഉറപ്പിക്കും. പ്ലാനിംഗ് എന്ന ആശയത്തിന് ഒരു ആമുഖം. അപ്പോ എന്താണ് ഈ മൾട്ടി ലെവൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ? വളരെ ലളിതമാണ്. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ വികസനം എത്തിക്കാൻ വേണ്ടി ആസൂത്രണത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ കേന്ദ്രം, സംസ്ഥാനം, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ പല തട്ടുകളിലായി വിഭജിക്കുന്ന ഒരു പ്രക്രിയയാണിത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഡീസെൻട്രലൈസ്ഡ് അഥവാ വികേന്ദ്രീകൃതം എന്നതാണ്. അതായത് എല്ലാ അധികാരവും ഒരിടത്ത് കേന്ദ്രീകരിക്കാതെ താഴെത്തട്ടിലേക്ക് കൂടി നൽകുന്നു. ഇന്ത്യയുടെ ഫെഡറൽ ഘടനയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇനി നമുക്ക് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും മുകളിലത്തെ തട്ടിലേക്ക് പോകാം. കേന്ദ്ര ആസൂത്രണ സംവിധാനം. ഇതാണ് ഇന്ത്യയിലെ ആസൂത്രണ പ്രക്രിയയുടെ തലപ്പത്തിരിക്കുന്നത്. എന്താണ് കേന്ദ്രതല ആസൂത്രണത്തിന്റെ പ്രധാന ജോലികൾ? രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വികസന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇവരാണ്. അതിനാവശ്യമായ വിഭവങ്ങൾ എവിടെ നിന്നൊക്കെ കണ്ടെത്തണം, എങ്ങനെ വിതരണം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. കൂടാതെ രാജ്യത്തിനാവശ്യമായ ദേശീയ നയങ്ങൾ രൂപീകരിക്കുന്നതും കേന്ദ്രതലത്തിലാണ്. ചുരുക്കത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ ദിശ നിർണ്ണയിക്കുന്നത് ഇവിടെയാണ്. ഇന്ത്യയുടെ കേന്ദ്ര ആസൂത്രണ ചരിത്രത്തിലെ ചില നാഴികക്കല്ലുകൾ നമുക്കൊന്ന് നോക്കാം. 1950-ൽ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിച്ചുകൊണ്ടാണിതിന് തുടക്കമാകുന്നത്. പിന്നീട് 1975-ൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് 20 പോയിന്റ് പ്രോഗ്രാം അഥവാ TTP വരുന്നു. 1993-ൽ പാർലമെന്റ് അംഗങ്ങൾക്ക് അവരുടെ മണ്ഡലങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനായി MPLADS സ്കീം അവതരിപ്പിച്ചു. ഒടുവിൽ 2015-ൽ ഒരു വലിയ മാറ്റം വന്നു. പ്ലാനിംഗ് കമ്മീഷന് പകരമായി നിതി ആയോഗ് നിലവിൽ വന്നു.
ചരിത്രപരമായി നോക്കിയാൽ 2 സ്ഥാപനങ്ങളായിരുന്നു കേന്ദ്ര ആസൂത്രണത്തിന്റെ നെടുന്തൂണുകൾ. ഒന്ന് 1950 മുതൽ 2014 വരെ പ്രവർത്തിച്ച പ്ലാനിംഗ് കമ്മീഷൻ. ഇവർ പിന്തുടർന്നത് ഒരു ടോപ്പ് ഡൗൺ സമീപനമായിരുന്നു, അതായത് മുകളിൽ തീരുമാനങ്ങൾ എടുത്ത് താഴേക്ക് നടപ്പിലാക്കുന്ന രീതി. 2 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അഥവാ NDC. ദേശീയ പദ്ധതികൾക്ക് അവസാന അംഗീകാരം നൽകിയിരുന്നത് ഈ സമിതിയായിരുന്നു. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, പിന്നെ എല്ലാ മുഖ്യമന്ത്രിമാരും ഇതിൽ അംഗങ്ങളായിരുന്നതുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ളൊരു വേദി കൂടിയായിരുന്നു. ഇൻഡിക്കേറ്റീവ് പ്ലാനിംഗ് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണിത്. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലം മുതലാണ് ഇന്ത്യ ഈ രീതി സ്വീകരിക്കുന്നത്. അതായത് 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ശേഷം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? സർക്കാർ സമ്പദ്വ്യവസ്ഥയെ നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു കൺട്രോളറുടെ റോളിൽ നിന്നും മാറി വികസനത്തിന് സഹായിക്കുന്ന ഒരു ഫെസിലിറ്റേറ്ററായി മാറുന്നു. മാർക്കറ്റ് ശക്തികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു മാറ്റമായിരുന്നു അത്. കേന്ദ്ര ആസൂത്രണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ടൂളാണ് സെൻട്രലി സ്പോൺസേഡ് സ്കീംസ്. ഇതിന്റെ പ്രവർത്തനം ഇങ്ങനെയാണ്. കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി രൂപീകരിക്കുന്നു, അതിനുവേണ്ട പണം നൽകുന്നു, അത് നടപ്പിലാക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണ്. ദാരിദ്ര്യം, ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ ഇങ്ങനെയുള്ള ദേശീയ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ രാജ്യത്തുടനീളം ഒരു മിനിമം സ്റ്റാൻഡേർഡ് കൊണ്ടുവരാനാണ് ഈ പദ്ധതികൾ ശ്രമിക്കുന്നത്. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് 1975 വന്ന് 20 പോയിന്റ് പ്രോഗ്രാം. ദാരിദ്ര്യരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം. അന്ന് അതിനെ വിശേഷിപ്പിച്ചത് തന്നെ ദാരിദ്ര്യത്തിന് നേരെയുള്ള ഒരു നേരിട്ടുള്ള ആക്രമണമെന്നായിരുന്നു. കേന്ദ്രം നേരിട്ട് ആസൂത്രണം ചെയ്യുന്ന പദ്ധതിക്ക് വ്യക്തമായൊരു ഉദാഹരണമാണിത്. മറ്റൊരു പ്രധാന പദ്ധതിയാണ് 1993 തുടങ്ങിയ MPLADS, മെമ്പർ ഓഫ് പാർലമെന്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീം. ഈ പദ്ധതി പ്രകാരം ഓരോ പാർലമെന്റ് അംഗത്തിനും അവരുടെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുക എത്രയാണെന്നറിയോ? പ്രതിവർഷം 5 കോടി രൂപ. പ്രാദേശിക വികസനത്തിൽ കേന്ദ്രം എങ്ങനെ നേരിട്ടിടപെടുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമാണിത്. ശരി, കേന്ദ്രത്തിന്റെ കാര്യം നമ്മൾ കണ്ടു. ഇനി നമുക്ക് അടുത്ത തട്ടിലേക്ക്, അതായത് സംസ്ഥാന തലത്തിലേക്ക് കടക്കാം. മൾട്ടി ലെവൽ പ്ലാനിംഗിലെ രണ്ടാമത്തെ സുപ്രധാനമായ തട്ടാണിത്. ഏകദേശം 1960കളോടെ തന്നെ മിക്ക സംസ്ഥാനങ്ങളിലും സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡുകൾ നിലവിൽ വന്നിരുന്നു. അതത് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ചെയർമാൻ. പണ്ട് കേന്ദ്രത്തിൽ പഞ്ചവത്സര പദ്ധതികളുണ്ടായിരുന്നതുപോലെ സംസ്ഥാനങ്ങളും അവരുടേതായ പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു. ഇവിടെ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഓർക്കേണ്ട ഒരു പ്രധാന പോയിന്റുണ്ട്. ഇതൊരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. എന്നുവച്ചാൽ ഭരണഘടനയിൽ ഇതിനെപ്പറ്റി നേരിട്ട് പറയുന്നില്ല. സർക്കാരിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ രൂപീകരിച്ച സ്ഥാപനങ്ങളാണിത്. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ആസൂത്രണം ചെയ്യാനുള്ള അധികാരം എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് നമ്മുടെ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിൽ നിന്നാണ്. അതിലെ ലിസ്റ്റ് 2, അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ഭൂമി, ജലം, കൃഷി പോലുള്ള വിഷയങ്ങളിൽ നിയമമുണ്ടാക്കാനും പദ്ധതികൾ തയ്യാറാക്കാനും സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് അധികാരം. അതേസമയം ലിസ്റ്റ് 3, അതായത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന വൈദ്യുതി, തൊഴിൽ, ക്ഷേമം പോലുള്ള വിഷയങ്ങളിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ അധികാരമുണ്ട്. പക്ഷേ സംസ്ഥാനതല ആസൂത്രണത്തിന് ഒരു വലിയ വെല്ലുവിളിയുണ്ട്. എന്താണത്? ഫണ്ട് തന്നെ. സ്വന്തമായ വരുമാനമുണ്ടാക്കാൻ പരിമിതമായ വഴികളേയുള്ളൂ. അതുകൊണ്ടുതന്നെ സാമ്പത്തികമായി കേന്ദ്രത്തെ ഒരുപാട് ആശ്രയിക്കേണ്ടി വരുന്നു. ഇതിന്റെ ഫലമായി പലപ്പോഴും കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കുന്നൊരു ഏജൻസി മാത്രമായി സംസ്ഥാനങ്ങൾ ഒതുങ്ങിപ്പോകുന്നു. ഇതവരുടെ സ്വന്തമായ ആസൂത്രണ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നുണ്ട്. ഈയൊരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ ആസൂത്രണ രംഗത്ത് ഒരു പുതിയ അധ്യായം തുറക്കുന്നത്. നീതി ആയോഗിന്റെ വരവോടെ നമ്മൾ കോഓപ്പറേറ്റീവ് ഫെഡറലിസം അഥവാ സഹകരണ ഫെഡറലിസം എന്ന ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു താരതമ്യം നോക്കൂ. മാറ്റം എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാകും. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ടോപ്പ് ഡൗൺ സമീപനമായിരുന്നു സ്വീകരിച്ചതെങ്കിൽ നീതി ആയോഗ് ഊന്നൽ നൽകുന്നത് ബോട്ടം അപ്പ് സമീപനത്തിനാണ്, അതായത് താഴെത്തട്ടിൽ നിന്ന് മുകളിലേക്ക്. കേന്ദ്രീകൃത ആസൂത്രണത്തിൽ നിന്ന് നമ്മൾ സഹകരണ ഫെഡറലിസത്തിലേക്ക് മാറി. പഴയ സിസ്റ്റത്തിൽ സംസ്ഥാനങ്ങൾ കേന്ദ്ര സഹായം വാങ്ങുന്നവർ മാത്രമായിരുന്നെങ്കിൽ പുതിയ സിസ്റ്റത്തിൽ അവർ തുല്യ പങ്കാളികളാണ്. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരുന്നത്. ഇതൊരു പ്ലാനിംഗ് ബോഡി എന്നതിലുപരി ഗവൺമെന്റിന്റെ ഒരു പോളിസി തിങ്ക് ടാങ്ക് ആണ്. പഞ്ചവത്സര പദ്ധതികൾക്കു പകരം നീതി ആയോഗ് തയ്യാറാക്കുന്നത് 15 വർഷത്തേക്കുള്ള ഒരു വിഷൻ ഡോക്യുമെന്റ്, 7 വർഷത്തേക്കുള്ള ഒരു സ്ട്രാറ്റജി, പിന്നെ 3 വർഷത്തേക്കുള്ള ഒരു ആക്ഷൻ അജണ്ട എന്നിങ്ങനെയാണ്. ഇത് കൂടുതൽ ഫ്ലെക്സിബിളാണ്. ഈ പുതിയ മാതൃകയുടെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് കോഓപ്പറേറ്റീവ് ഫെഡറലിസം.
കേന്ദ്രവും സംസ്ഥാനങ്ങളും തുല്യ പങ്കാളികളായി ഒരുമിച്ചു പ്രവർത്തിക്കുന്നു. നീതി ആയോഗിനുള്ളിലെ ടീം ഇന്ത്യ വിംഗ് എന്ന വിഭാഗം ദേശീയ നയങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തിന്റെയും അഭിപ്രായം കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. ഏറ്റവും പ്രധാനമായി സംസ്ഥാനങ്ങളെ ഇപ്പോൾ കാണുന്നത് ദേശീയ വികസനത്തിന്റെ യഥാർത്ഥ ചാലകശക്തികളാണെയാണ്. ശരി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഓർത്തിരിക്കേണ്ട ചില ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ. ഈ ടേബിൾ നിങ്ങളുടെ റിവിഷന് വളരെ ഉപകാരപ്പെടും. ടോപ്പ് ഡൗൺ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് താഴേക്ക് വരുന്ന രീതി. ബോട്ടം അപ്പ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാലോ ആസൂത്രണം താഴെത്തട്ടിൽ നിന്ന്, അതായത് സംസ്ഥാനങ്ങളിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും മുകളിലേക്ക് പോകുന്ന രീതി. കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്നാൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും മുകളിലും താഴെയുമല്ല, മറിച്ച് പങ്കാളികളായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ്. അവസാനം എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ഭരണഘടനയിൽ പരാമർശിക്കാത്ത ഒരു എക്സിക്യൂട്ടീവ് തീരുമാനത്തിലൂടെയോ നിയമത്തിലൂടെയോ രൂപീകരിക്കപ്പെട്ട സ്ഥാപനം. പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗും ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ്. മെയിൻസ് പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാചകമാണിത്. പ്ലാനിംഗ് കമ്മീഷനിൽ നിന്ന് നീതി ആയോഗിലേക്കുള്ള മാറ്റമെന്നത് ഒരു സ്ഥാപനത്തിന്റെ പേരുമാറ്റം മാത്രമല്ല, അത് കേന്ദ്രീകൃത ആസൂത്രണത്തിൽ നിന്ന് സഹകരണ ഫെഡറലിസത്തിലേക്കുള്ള ഒരു അടിസ്ഥാനപരമായ മാറ്റത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇതൊരു പാരഡൈം ഷിഫ്റ്റ് തന്നെയാണ്. നമ്മുടെ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത് മെയിൻസ് പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം നിങ്ങൾക്കായി തന്നുകൊണ്ടാണ്. നിതി ആയോഗ് മുന്നോട്ടുവച്ച സഹകരണ ഫെഡറലിസത്തിലേക്കുള്ള ഈ മാറ്റം ഇന്ത്യയുടെ വികസന പാതയെയും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെയും എങ്ങനെയാണ് മാറ്റിവരച്ചത്? ഈ ചോദ്യത്തെക്കുറിച്ച് ആഴത്തിലൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ ഉപയോഗിച്ച് ഇതിനൊരു ഉത്തരം ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്ത ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ഇനി നമുക്ക് സെക്ഷൻ 2ലേക്ക് കടക്കാം. ദി ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ലെവൽ, ദി ക്രൂഷ്യൽ തേർഡ് ടിയർ. എന്തുകൊണ്ടാണ് ജില്ലാതല ആസൂത്രണം ഇത്ര നിർണായകമാകുന്നത്? കാരണം സംസ്ഥാന സർക്കാരിന്റെ വലിയ ലക്ഷ്യങ്ങളെയും പ്രാദേശിക സർക്കാരുകളുടെ യഥാർത്ഥ ആവശ്യങ്ങളെയും ഒരുമിപ്പിക്കുന്ന ഒരു പിവറ്റ്, അതായത് ഒരു പ്രധാന കേന്ദ്രബിന്ദുവായിട്ട് പ്രവർത്തിക്കുന്നത് ഈ ഡിസ്ട്രിക്ട് ലെവലാണ്. സ്റ്റേറ്റ് ലെവൽ ഒബ്ജക്റ്റീവ്സിനെയും ലോക്കൽ ലെവൽ നീഡ്സിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന കണ്ണിയാണിത്. ഒരു ജില്ലയുടെ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റ് പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യുക, അതുപോലെ വിവിധ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക, ഇതാണ് ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ്ങിന്റെ പ്രധാന ദൗത്യം. ഇത് വെറുതെ പദ്ധതികൾ കൂട്ടിവെക്കുകയല്ല, മറിച്ച് ഒരു സംയോജിത വികസന കാഴ്ചപ്പാട് രൂപീകരിക്കലാണ്. ഇതിന്റെ ഒരു ചരിത്രം നോക്കിയാൽ ലേറ്റ് 1960സിലാണ് ഇന്ത്യയിൽ ഡിസ്ട്രിക്ട് ലെവൽ ഡെവലപ്മെന്റ് പ്ലാൻസ് തുടങ്ങുള്ളത്. അന്ന് ഇതിനായി ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ബോർഡ്സ് സ്ഥാപിച്ചു. അതിന്റെ ചെയർമാൻ ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ് അഥവാ കളക്ടറായിരുന്നു. ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം മാത്രമായിരുന്നു. എന്നാൽ ഇതിലൊരു വലിയ മാറ്റം വരുന്നത് 1992ലെ 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് വന്നതോടെയാണ്. ഈ നിയമം ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റീസിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകി. പരീക്ഷകൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആർട്ടിക്കിൾ 243ZD അനുസരിച്ച് ഓരോ ജില്ലയിലും ഒരു ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി അഥവാ DPC രൂപീകരിക്കുന്നത് മാൻഡേറ്ററിയാണ്, അതായത് നിർബന്ധമാണ്. എന്തുകൊണ്ടാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫൗണ്ടേഷൻ ഇത്രയും പ്രധാനമാകുന്നത്? കാരണം ഇത് ജില്ലാതല ആസൂത്രണത്തെ സർക്കാരുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ കഴിയാത്ത ഒന്നാക്കി മാറ്റി. അത് രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറി. അപ്പോൾ ഈ DPC എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇത് പഞ്ചായത്സും മുനിസിപ്പാലിറ്റീസും തയ്യാറാക്കുന്ന പ്ലാൻ സ്വീകരിക്കും. എന്നിട്ട് മാറ്റേഴ്സ് ഓഫ് കോമൺ ഇൻട്രസ്റ്റ് പരിഗണിച്ച് അവയെ കോൺസോളിഡേറ്റ് ചെയ്യും. ഉദാഹരണത്തിന് പല പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് അല്ലെങ്കിൽ ഒരു നദീതട പദ്ധതി, ഇതൊക്കെ കോമൺ ഇൻട്രസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയ്ക്ക് മൊത്തത്തിലൊരു ഡ്രാഫ്റ്റ് ഡെവലപ്മെന്റ് പ്ലാൻ തയ്യാറാക്കുന്നു. ഇതാണ് DPCയുടെ കോർ ഫംഗ്ഷൻ. ഇനി നമുക്ക് സെക്ഷൻ 3ലേക്ക് പോകാം. ദി ബ്ലോക്ക് പ്ലാനിംഗ് ലെവൽ ആൻഡ് ഓപ്പറേഷണൽ ലിങ്ക്. ജില്ലാതലത്തിൽ രൂപീകരിക്കുന്ന വലിയ പദ്ധതികൾക്ക് ഒരു പ്രായോഗിക രൂപം നൽകുന്ന ഒരു ഓപ്പറേഷണൽ ലിങ്കാണ് ഈ തലം. ബ്ലോക്ക് ലെവൽ പ്ലാനിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഡിസ്ട്രിക്ട് പ്ലാനിങ്ങിന്റെ ഒരു ഓപ്പറേഷണൽ പാർട്ടായിട്ടാണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം സബ് ഡിസ്ട്രിക്ട് ലെവലിൽ സ്കീംസ് ഇംപ്ലിമെന്റ് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയുമാണ്. അതായത് ജില്ലാതലത്തിലെ സ്ട്രാറ്റജികൾ യഥാർത്ഥത്തിൽ ഗ്രൗണ്ട് ലെവലിൽ പ്രോജക്റ്റുകളായി മാറുന്നത് ഇവിടെ വെച്ചാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ബ്ലോക്ക് ലെവലിന്റെ ഇന്റൻഡഡ് റോൾ എന്തായിരുന്നു? ഗ്രാമതല പദ്ധതികളെ ജില്ലാതലവുമായി വേർട്ടിക്കലി ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക എന്നതായിരുന്നു. പക്ഷേ ആക്ച്വൽ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഇത് ഹൊറിസോണ്ടൽ സൈലോസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് കൃഷി, ജലസേചനം, ആരോഗ്യം, ഇങ്ങനെ ഓരോ വകുപ്പുകളും പരസ്പരം ഏകോപനമില്ലാതെ അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി പ്രവർത്തിക്കുന്നു. ഇത് ഇൻറ്റിഗ്രേറ്റഡ് ഡെവലപ്മെന്റിന് വലിയൊരു തടസ്സമാണ്.
ഈ വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിലും ബ്ലോക്ക് ലെവലിന് ഇന്നും പ്രസക്തിയുണ്ടോ? തീർച്ചയായും ഉണ്ട്. പല പുതിയ പദ്ധതികളും ബ്ലോക്ക് തലത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഉദാഹരണത്തിന്, ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട്സ് പ്രോഗ്രാമിന്റെ ഇംപ്ലിമെന്റേഷൻ നടക്കുന്നത് ബ്ലോക്ക് വില്ലേജ് തലങ്ങളിലാണ്. അതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കാൻ ബ്ലോക്ക് തലത്തിൽ വെയർഹൌസുകൾ നിർമ്മിക്കാൻ സർക്കാർ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗ് നൽകുന്നുണ്ട്. കോൺട്രാക്ട് ഫാമിങ്ങിനുള്ള രജിസ്ട്രേഷൻ സിസ്റ്റംസ് സ്ഥാപിച്ചിരിക്കുന്നതും ബ്ലോക്ക് ലെവൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സെക്ഷൻ 4ലേക്ക് എത്തുകയാണ്. ദ ലോക്കൽ പ്ലാനിംഗ് ലെവൽ, ദ ഫൗണ്ടേഷൻ ഓഫ് MLP. ഇത് പ്ലാനിംഗ് ഹൈറാർക്കിയിലെ ഏറ്റവും അടിസ്ഥാനപരമായ തലമാണ്. യഥാർത്ഥ ജനാധിപത്യം പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. ഏർലി 1980സിലാണ് ഇന്ത്യയിൽ ലോക്കൽ ലെവൽ പ്ലാനിങ്ങിന് ഒരു തുടക്കം കുറിച്ചത്. ഡയറക്റ്റ് സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുക, അതോടൊപ്പം ഹൈപ്പർ ലോക്കൽ നീഡ്സ്, അതായത് ഒരു ഗ്രാമത്തിലെ ഒരു പ്രത്യേക വാർഡിലെ കുടിവെള്ള പ്രശ്നം പോലുള്ള കാര്യങ്ങൾ അഡ്രസ് ചെയ്യുക. ഇതാണ് ഇതിന്റെ ലക്ഷ്യം. ഇത് ജനങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നതിൽ നിന്ന് മാറി ജനങ്ങളാൽ തന്നെ പ്ലാൻ ചെയ്യുന്ന ഒരു തലത്തിലേക്ക് ഭരണത്തെ മാറ്റുന്നു. യഥാർത്ഥ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ലോക്കൽ പ്ലാനിംഗ് എല്ലായിടത്തും ഒരേപോലെയല്ല. സോഷ്യോ എക്കണോമിക്കും ജോഗ്രഫിക്കലുമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇതിനു പല വേരിയേഷൻസ് ഉണ്ട്. സാധാരണ ഗ്രാമങ്ങൾക്കുള്ള വില്ലേജ് ലെവൽ പ്ലാനിംഗ് ഉണ്ട്. അതുപോലെ മണ്ണിടിച്ചിൽ, ഗതാഗത സൗകര്യം പോലുള്ള പ്രത്യേക പ്രശ്നങ്ങൾ പരിഗണിക്കുന്ന ഹിൽ ഏരിയ പ്ലാനിംഗ് ഉണ്ട്. പിന്നെ ആദിവാസി സമൂഹങ്ങളുടെ തനതായ സംസ്കാരവും അവകാശങ്ങളും സംരക്ഷിക്കുന്ന ട്രൈബൽ ഏരിയ പ്ലാനിംഗ്. ഇത് ഈ സിസ്റ്റത്തിന്റെ ഫ്ലെക്സിബിലിറ്റിയാണ് കാണിക്കുന്നത്. ലോക്കൽ പ്ലാനിങ്ങിന്റെ ചരിത്രത്തിലെ ഒരു വാട്ടർഷെഡ് മൊമെന്റ്, ഒരു വഴിതിരിവായിരുന്നു 1992ലെ 73rd ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്സ്. ഈ ഭേദഗതികൾ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അർബൻ ലോക്കൽ ബോഡീസിനും കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് നൽകി. ഇതോടെ കൃത്യമായ ഇടവേളകളിലുള്ള ഇലക്ഷനുകൾ, സംവരണം, സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻസിന്റെ രൂപീകരണം, ഇതെല്ലാം നിയമപരമായി ഉറപ്പുവരുത്തി. അങ്ങനെ ലോക്കൽ ലെവൽ പ്ലാനിങ്ങിന് യഥാർത്ഥ ലെജിറ്റിമസിയും സ്ട്രെങ്ത്തും ലഭിച്ചു. ഇതുവരെ നമ്മൾ ഓരോ പ്ലാനിംഗ് ലെവലിനെക്കുറിച്ചും വിശദമായിട്ട് പഠിച്ചു. ഇനി സെക്ഷൻ 5, കോർ ചാലഞ്ചസ് ആൻഡ് റിഫോംസ്. ഈ സംവിധാനം ഇപ്പോഴും നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അവയെ മറികടക്കാനുള്ള പരിഷ്കാരങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് പ്രധാന വെല്ലുവിളികളും അതിനുള്ള പരിഹാരങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചാലഞ്ച്, ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ആവശ്യമായ ഫണ്ടുകൾ, അധികാരങ്ങൾ, ഉദ്യോഗസ്ഥർ, ഈ 3 Fs പലപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറുന്നതിൽ സംസ്ഥാന സർക്കാരുകൾ വിമുഖത കാണിക്കാറുണ്ട്. bunum പരിണാമമായി പ്ലാൻസ് പലപ്പോഴും കടലാസിലൊതുങ്ങുന്നു. ഇതിനൊരു ഭരണഘടനാപരമായ ചട്ടക്കൂട് നൽകാനാണ് 73rd 74th അമെൻമെന്റ്സ് ശ്രമിച്ചത്. രണ്ടാമത്തത് പുവർ ഇന്റർ ലെവൽ കോർഡിനേഷൻ. ഇത് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്സിന്, അതായത് ഒരേ പണി പലരും ചെയ്യുന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു. ഇതിന് മറികടക്കാനാണ് DPCകൾ രൂപീകരിച്ചത്. മൂന്നാമത്തത് ഇൻസഫിഷ്യന്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ. ഇത് പരിഹരിക്കാനാണ് നീതി ആയോഗ് ഇപ്പോൾ ബോട്ടം അപ്പ് അപ്രോച്ചിന് കൂടുതൽ ഊന്നൽ നൽകുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ നിന്ന് വ്യത്യസ്തമായി നീതി ആയോഗ് ഒരു തിങ്ക് ടാങ്കായി പ്രവർത്തിക്കുകയും കോപ്പറേറ്റീവ് ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അവസാനമായി സെക്ഷൻ 6, റെലവൻസ് ഫോർ കോമ്പറ്റിറ്റീവ് എക്സാംസ്. ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്ത ഈ വിഷയത്തിൽ നിന്ന് പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കീ ടേക്ക് അവേസ് എന്തെല്ലാമാണെന്ന് നോക്കാം. പ്രിലിംസ് പരീക്ഷയ്ക്ക് ഈ കീ ഫാക്ട്സ് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. 1. ആർട്ടിക്കിൾ 243ZD DPCകളെ നിർബന്ധമാക്കുന്നു. 2. 73rd ആൻഡ് 74th അമെൻമെന്റ്സ് ലോക്കൽ ബോഡീസ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് നൽകി. 3. നീതി ആയോഗ് ബോട്ടം അപ്പ് അപ്രോച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. 4. ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ബോർഡിന്റെ ചെയർപേഴ്സൺ ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ് ആണ്. ഇത് DPCയുടേതല്ല. ഈ വ്യത്യാസം പ്രത്യേകം ശ്രദ്ധിക്കുക. 5. DPCയുടെ അന്തിമ ഉൽപ്പന്നമാണ് ഡ്രാഫ്റ്റ് ഡെവലപ്മെന്റ് പ്ലാൻ. ഈ പോയിന്റുകൾ കൃത്യമായി ഓർത്തുവെക്കുക. ഇനി മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി ചിന്തിക്കാൻ ഒരു ചോദ്യം. While the 73rd and 74th constitutional amendments provided the framework for decentralized planning, the lack of genuine fiscal and functional autonomy remains a significant impediment. Critically analyze. ഈ ചോദ്യം ഈ വിഷയത്തിന്റെ ഏറ്റവും കോർ ഇഷ്യൂയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ക്രിട്ടിക്കലി അനലൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിയമപരമായ ചട്ടക്കൂടിന്റെ പ്രാധാന്യം അംഗീകരിക്കണം. അതോടൊപ്പം തന്നെ പ്രായോഗിക തലത്തിൽ സാമ്പത്തികവും പ്രവർത്തനപരവുമായ സ്വാതന്ത്ര്യമില്ലാത്തതിന്റെ കാരണങ്ങളും പ്രത്യാഘാതങ്ങളും ഉദാഹരണങ്ങൾ സഹിതം വിശദീകരിക്കുകയും വേണം. ഇതിനെക്കുറിച്ച് കൂടുതൽ വായിച്ച് ഒരു ആൻസർ ഫ്രെയിം ചെയ്യാൻ ശ്രമിച്ചു നോക്കുക.